Hi students, welcome to the lecture. Today we will be dealing with production function. So without much delay, let's move on to the topic production function. What is production function? Production refers to the act of transforming the factors of production into goods and services that are designed for consumption and investment. So, we are aware that goods and services are very much important for the consumption as well as investment. So, in order to have this consumption and investment to be done, goods and services are to be produced. So, the transforming of these goods and services from the inputs or the factors of production is known as the production function, or what is meant by this production. Okay. അതായത് ഗുഡ്സും ഉണ്ട്, നമുക്ക് സർവീസസും ഉണ്ട്. ഈ ഗുഡ്സും സർവീസസും ആണ് കൺസപ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻപുട്സിനെ ട്രാൻസ്ഫോം ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ടെക്നിക്കൽ യൂണിറ്റ് ആണ്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇൻപുട്സിനെ ഔട്ട്പുട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ആ ഔട്ട്പുട്ടിനെയാണ് കൺസ്യൂമേഴ്സും മറ്റ് ബിസിനസ് ഫേംസും ഗവൺമെൻറ്റ്സും ഫോറിൻ കൺട്രീസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തിയറി ഓഫ് പ്രൊഡക്ഷൻ കീ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് കാണിക്കുന്നത്? ഇൻപുട്സിനെ ഔട്ട്പുട്ടിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ഇൻപുട്സിനെ ഔട്ട്പുട്ടിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ആൻഡ് ദ പ്രൊഡക്ഷൻ തിയറി ഈസ് എസെൻഷ്യലി കൺസേൺഡ് വിത്ത് ദ നേച്ചർ ഓഫ് ദിസ് കൺവേർഷൻ പ്രോസസ്സ്. സോ ഈ കൺവേർഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രൊഡക്ഷൻ തിയറിയിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ്? ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഗുഡ് ആൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് റിക്വയർഡ് ടു മേക്ക് ഇറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തതും അതേപോലെ തന്നെ എത്ര എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയാണ് ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അതായത് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ക്വാണ്ടിറ്റിയാണ് അവർ തമ്മിലുള്ള റിലേഷനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എഫിഷ്യൻസി റിലേഷൻ ആണ്. എന്തൊക്കെയാണ് അതിനകത്ത് ഈ എഫിഷ്യൻസി റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷോയിങ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഫേം ഫ്രം എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ്. ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസിൽ നിന്ന്, അതായത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഓൺസ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ റിസോഴ്സസ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു എഫിഷ്യൻസി റിലേഷന് കൂടി ആര് കാണിക്കുന്നുണ്ട്? ഈ പ്രൊഡക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷോസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട് ഒബ്റ്റൈൻഡ്. സോ എത്രത്തോളം ഇൻപുട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപയോഗിച്ച് എത്ര ക്വാണ്ടിറ്റിയോളം ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മളിവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടാണ് ഒരു ഫേം ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അതായത് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടാണ് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ, അത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഏത് മെത്തേഡിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ എന്ത് ടെക്നിക്സ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് യൂസ്ഡ്, ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ടാമത്തേത് എത്രത്തോളം ഇൻപുട്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി. അസ്യൂമിങ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ടു ബി റിമൈനിങ് അൺചേഞ്ച്ഡ്, അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുവാണ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഴയ പോലെ തന്നെ അല്ലെങ്കിൽ അതിനൊരു ചേഞ്ചും ഇല്ല. അങ്ങനെയാണ് എങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്തിനെ ആശ്രയിച്ചായിരിക്കും മാറുന്നത്? ഇൻപുട്സിനെ ആശ്രയിച്ചായിരിക്കും മാറുന്നത്. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്ക് യാതൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ഇൻപുട്സ് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നത്. ഓക്കെ, സച്ച് ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്സ് ഒബ്റ്റൈൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എക്കണോമിസ്റ്റ് ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സോ എന്താണ് ഈ ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സും എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്സ് ഒബ്റ്റൈൻ ചെയ്തിരിക്കുന്നു, ആ ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പിനെയാണ് എക്കണോമിസ്റ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലിയോണ്ടഫിൻ്റെ വാക്കുകൾ അനുസരിച്ച് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ്, എന്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്? quantitative relationship between the inputs absorbed and the outputs emerging from
എ പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഇത്, എന്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കാണിക്കുന്നത്? ഇൻപുട്സും ഔട്ട്പുട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എത്രത്തോളം ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം ഔട്ട്പുട്സ് പുറത്തോട്ടേക്ക് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് ആര് പറയുന്നത്? ലിയോൺ ഡഫ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ബിസിനസ് ഫേംസ് അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സും ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാവത്തുള്ളൂ. സോ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതിന് ഇവർ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അതിലൊന്നാമത്തത് നോളജ് ഓഫ് ഇൻഡസ്ട്രിയുടെ വിജ്ഞാനത്തിനെ കുറിച്ചുള്ള ഒരു നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ദ പ്രൈസസ് ഓഫ് വേരിയസ് ഫാക്ടർ ഇൻപുട്സ്. സോ നമുക്ക് ഓൾറെഡി അറിയാം ഇൻപുട്സ് ഉപയോഗിച്ചിട്ടാണല്ലോ ഔട്ട്പുട്സ് ഉണ്ടാക്കുന്നത്. സോ ഈ ഫാക്ടർ ഇൻപുട്സിൻ്റെ വിലയെക്കുറിച്ചുള്ള നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഇറ്റ്സ് ഓൺ കപ്പാസിറ്റി ടു മാനേജ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. സോ ഓരോ ഫേമും ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആണോ, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ആ ഒരു കാര്യവും കൂടി നോക്കിയിരിക്കണം. ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി ഒരു പ്രൊഡക്ഷൻ മാനേജറിന് has also to select various factors and combine them properly. ഒരു പ്രൊഡക്ഷൻ മാനേജർ, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് അതിന് പിന്നിലുള്ള ഇൻപുട്സിനെ തമ്മിൽ കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ അതിനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഈ 2 ഡിസിഷൻസും എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും അയാളുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് പ്രോഫിറ്റ് ഏറ്റവും അധികം കൂട്ടുക എന്നുള്ളതാണ്. കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് കൂട്ടുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഗുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ചിലവ് ഏറ്റവും ചുരുക്കി അതിൽ നിന്നുള്ള ലാഭം ഏറ്റവും കൂട്ടുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തീരുമാനിക്കുമ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ മുന്നേ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ ഒന്നും കൂടി പറയാണ്. അതൊരു ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സും അതുപോലെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത്. ഇതിന് പ്രൈസ് ഓഫ് എ ഫാക്ടർ ഓർ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഓഫ് ദ ഫേം പ്രൊഡ്യൂസേഴ്സ് ഹാസ് നത്തിങ് ടു ഡു. അതായത് എന്താണ്, പ്രൈസിനും അതേപോലെ തന്നെ ഫേം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിനും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിക്കും ഇതിൽ യാതൊരു ഒരു ഭാഗവും ഉണ്ടാവുന്നില്ല. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഫേം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്മോഡിറ്റിയുടെ ആ ഒരു പ്രൈസിനും ഇവിടെ വലിയ റോളില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും ജോയിൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. ഒരു ഫാക്ടർ മാത്രം യൂസ് ചെയ്തിട്ടല്ല ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫാക്ടേഴ്സും ഒരുപോലെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഫിക്സ്ഡ് റേഷ്യോ അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കില്ല, അതനുസരിച്ചായിരിക്കില്ല ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അതായത് ഇപ്പം എന്താണ്, ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി ഓഫ് വൺ ഫാക്ടർ ക്യാൻ ബി മെഷേർഡ് ഓൺലി വെൻ there is the other factors which is used. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ഫാക്ടറിൻ്റെ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി എത്രയാണ് എന്ന് നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടർ ഈസ് യൂസ്ഡ് വിത്ത് അതർ ഫാക്ടേഴ്സ്, മറ്റ് ഫാക്ടേഴ്സുമായിട്ട് ഈ ഫാക്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഇനി നേച്ചർ ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന മൂന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കമ്പൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്, ടെക്നിക്കൽ നോളജിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, ഹൗ ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ കമ്പൈൻഡ് ആൻഡ് വാട്ട് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അതായത് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേബറിൻ്റെ ക്വാണ്ടിറ്റീനെ മാത്രമല്ല, മറിച്ച് ദ ക്വാളിറ്റി ഓഫ് ദ ലേബർ ഫോഴ്സ് വിച്ച് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ്
ട്രെയിനിങ്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം ലേബർ ഉണ്ട് എന്നുള്ളതല്ല, മറിച്ച് ആ ലേബറിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിന് കരസ്ഥമാക്കിയിരിക്കുന്ന എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു ലൈക്ക് മാനറിൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് മെഷീൻസ് പോലെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയൊക്കെ പ്രൊഡക്ടിവിറ്റി പ്രധാനമായിട്ടും ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ നോളജ് അനുസരിച്ചായിരിക്കും. ഒരു വ്യക്തിയുടെ ടെക്നിക്കൽ നോളജ് അനുസരിച്ചായിരിക്കും ആ പെർട്ടിക്കുലർ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടെക്നിക്കൽ നോളജ് എക്സിസ്റ്റിംഗ് അറ്റ് ദാറ്റ് ടൈം ദാറ്റ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി സ്യൂട്ടബിളി കമ്പൈൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. സോ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ നോളജാണ്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ നോളജാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപകരിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ടെക്നിക്കൽ നോളജ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ഗിവൺ. സോ എന്താണ് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ടെക്നിക്കൽ നോളജ് എന്ന് പറഞ്ഞിരിക്കുന്ന ആസ്പെക്റ്റ് നമ്മൾ അസംഷൻ കൊടുക്കുകയാണ്. അവിടെ ഉണ്ട് ഇത്ര എമൗണ്ട് ഓഫ് ടെക്നിക്കൽ നോളജാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിലുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പെർട്ടിക്കുലർലി ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് വളരെയധികം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായല്ലോ. അതിവിടെ അസ്യൂം ടു ബി ഗിവൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്, ജനറൽ ഫോർമുല എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ആസ് Q is equal to ഫംഗ്ഷൻ ഓഫ് L, K, T, എക്സെട്ര. ഇതിൽ Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ടും, L എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബറും, K എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റലും, സ്മോൾ t എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ പ്രോഗ്രസ്സുമാണ്. ആൻഡ് വെയർ അതിൽ എക്സെട്ര എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഈ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലത്തെ ആസ്പെക്ട്സിനെയാണ് നമ്മൾ ഈ എക്സെട്ര കൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ചെയ്യും. അതെന്തിന് കാരണമാകും? കോസ്റ്റ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ആകും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നോളജിയിലുണ്ടെങ്കിൽ അവിടെ എന്താണ് നമുക്ക് ഒരു ലാർജ് വോളിയം ഓഫ് ഔട്ട്പുട്ട് ഒരു ഗിവൺ കോമ്പിനേഷൻ ഓഫ് ലേബർ, മെഷീൻസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന എന്താണ്? ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത് കോസ്റ്റ് കണ്ടീഷൻസ്, ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ കോസ്റ്റ് കണ്ടീഷൻസിന് ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വൈൽ സ്പെസിഫൈങ് production function of a firm, it is necessary to take into account the fixity or the variability of factors. So as also whether they are divisible or indivisible. സോ നമ്മൾ നാലാമത്തെ ഒരു കാര്യം കൂടി ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ഫേമിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലെ ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ വേരിയബിൾ ആണോ, ഡിവിസിബിൾ ആണോ, ഇൻഡിവിസിബിൾ ആണോ എന്നൊക്കെയുള്ളതാണ്. സോ ഇത്രയാണ് എന്താണ് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ലാർജ്ലി ഡിറ്റർമൈൻ ദെയർ ഫിസിക്കൽ പ്രൊഡക്ടിവിറ്റീസ് ആൻഡ് ദസ് ദ നേച്ചർ ഓഫ് ദ ഫേംസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ നേച്ചർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 4 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസിനെ ആണ് പഠിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതെന്തൊക്കെയാണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും. ഈ 2 ലോസും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ഓൾമോസ്റ്റ് ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മൾക്ക് ആദ്യം ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇതിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രൊഡക്ഷനിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻപുട്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഇൻപുട്സിൽ ഒരു ഇൻപുട്ടിനെ മാത്രം വേരിയബിൾ ആക്കി വെച്ചിട്ട് ബാക്കി എല്ലാ ഇൻപുട്സിനെയും നമ്മൾ പ്രൊഡക്ഷൻ്റെ കേസിൽ ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഉണ്ടാകുന്ന ഒരു ലോയിനെയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇൻപുട്സ് ഒരുപാടുണ്ട്, അതിലൊരു ഇൻപുട്ടിനെ മാത്രം വേരി ചെയ്യാൻ വെച്ചു, ബാക്കി എല്ലാം ഫിക്സ്ഡ് ആക്കി എന്നിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ഇസ് ഇൻക്രീസ്ഡ്, അപ്പം വേരിയബിൾ ഫാക്ടറിൻ്റെ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യാണ്, മറ്റു ഫാക്ടേഴ്സ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഔട്ട്പുട്ടിന് ചേഞ്ച് ഉണ്ടാകുന്നത്, അതാണ് ഈ ലോയിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് നമ്മൾ ലാൻഡും പ്ലാന്റും എക്യുപ്മെൻറ്റും, അതായത് ലാൻഡും ക്യാപിറ്റലും പ്ലാന്റും ഒക്കെ നമ്മൾ എന്താണ്, അതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതിനെയൊക്കെ ഫിക്സ് ആക്കി വെച്ചു. അതിനുശേഷം ലേബറിനെ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ലേബറിൻ്റെ യൂണിറ്റ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാർജർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനുണ്ടാകുന്ന ചേഞ്ച് എന്താണ്, അതൊക്കെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് ലേബേഴ്സ് ഇൻക്രീസ് ചെയ്യുവാണ്. To have a larger output, the proportion between the fixed and the variable factors is altered and the law of variable proportion properties set in. So what happens here is മറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ലേബറിനെ മാത്രം ചേഞ്ച് ചെയ്തു. സോ ലേബറിനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ലോയുടെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഈ ലോ പറയുന്നത് എന്താണ്? As the quantity of the variable factor is increased by equal doses, keeping the quantities of other inputs constant, total product will increase. But after a point that is increasing at a diminishing rate. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ സ്റ്റേറ്റ് ഓഫ് ലോയിൽ എന്താ പറയുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുവാണ്, അതായത് ഇപ്പോൾ നമ്മൾ ലേബർ ഇൻക്രീസ് ചെയ്യുവാണ്, മറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു. അപ്പോൾ എന്താണ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. ബട്ട് ആഫ്റ്റർ എ പോയിന്റ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് അത് ഡിമിനിഷിങ് റേറ്റിലായിരിക്കും ഇൻക്രീസിങ് ഉണ്ടാകുന്നത്. ആ ഒരു കാര്യമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഈസ് യൂസ്ഡ് ഹോൾഡിംഗ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഫിക്സ്ഡ് ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ എന്താണ്, ഒരു ഫാക്ടറിനെ മാത്രമേ വേരിയബിൾ ആക്കിയിട്ടുള്ളൂ. സോ എത്രത്തോളം നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റു ഫാക്ടേഴ്സിനെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുന്നു, ഒരു പോയിന്റ് ഈസ് റീച്ച്ഡ് beyond which the marginal product, then the average and finally the total product will diminish. ഒരു പോയിന്റ് വരെ എന്താ സംഭവിക്കുക? ഇത് ഇൻക്രീസ് ചെയ്യും, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജും ടോട്ടൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യും. അതിനുശേഷം ആ പോയിന്റ് കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ഡിമിനിഷ്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. സോ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ പറയുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഇൻപുട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്, ഇത്രയും നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. അതിൽ ലേബറിനെ മാത്രം വേരിയബിൾ ആക്കിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലേബറിൻ്റെ ഇൻക്രീസിങ് അനുസരിച്ച് ഔട്ട്പുട്ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നോക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഇവിടുത്തെ കേസിൽ ആദ്യത്തെ ഒരു പോർഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് 1 കണ്ടല്ലോ. ഈ സ്റ്റേജ് 1 നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ലേബറിൻ്റെ ഇൻക്രീസിങ് അനുസരിച്ച് ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺസ് ആണ് ലഭിക്കുന്നത്. ഇനി സ്റ്റേജ് 2 അവിടെ എന്താണ്, ഇൻക്രീസിങ് ആണ് ഉണ്ടാകുന്നത്, പക്ഷെ ഒരു ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് ലഭിക്കുന്നത്. ഇൻക്രീസിങ് ഒരു ഡിമിനിഷിങ് റേറ്റ്. സോ ഇവിടെ ഈ പോർഷനിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. സ്റ്റേജ് 3 വിത്ത് ദ ഇൻക്രീസ് ഇൻ ലേബർ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മളിവിടെ ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കേസ് മാത്രമാണ് ആദ്യത്തെ ഗ്രാഫിൽ കാണിക്കുന്നത്. സോ ആദ്യം അതൊരു ഇൻക്രീസിങ് റിട്ടേൺസ് ആയിരുന്നു നൽകുന്നത്. സ്റ്റേജ് 2 അതൊരു ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്. സ്റ്റേജ് 3 ആ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഡൗൺവേർഡ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലേ. അവിടെ എന്താണ്, നമുക്ക് ഒരു നെഗറ്റീവ് റിട്ടേൺസ് ആണ് ലഭിക്കുന്നത് വിത്ത് ദ ഇൻക്രീസ് ഇൻ ലേബർ. ഇനി നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റിൻ്റെയും ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും ഈ ഒരു ഗ്രാഫ് നോക്കാം. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിലെ ലേബറും വൈ ആക്സിസിൽ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്.
സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിത്ത് ദ ഇൻക്രീസ് ഇൻ ലേബർ, മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ദ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്. മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ രണ്ടുപേരും ഇൻക്രീസ് ചെയ്യുകയാണ്. പിന്നീട് ഇൻക്രീസിങ് ആണ് പറ്റുന്നത് ഒരു ഡിമിനിഷിംഗ് റേറ്റിലാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക്. എസ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്തു അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. പിന്നെ ഒരു ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ് നൽകുന്നത്. പിന്നീട് സ്റ്റേജ് 3 എത്തിയപ്പോഴത്തേക്കും ഈ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഡിക്ലൈൻ ചെയ്തു. ദാറ്റ് ഈസ് ദേ ആർ ഗിവിംഗ് എ നെഗറ്റീവ് റിട്ടേൺ with the increase in labor. അതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. The law of returns to scale describes the relationship between outputs and the scale of inputs in the long run when all the inputs are increased in the same proportion. സോ ഇവിടെ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട്സും ഇൻപുട്ട്സും തമ്മിലുള്ള റിലേഷനാണ് ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇൻപുട്ട്സിനെയും നമ്മൾ ചേഞ്ച് ചെയ്യുക, എല്ലാ ഇൻപുട്ട്സിനെയും നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ്. ഏത് പ്രപ്പോർഷനിലാണ്? സെയിം പ്രപ്പോർഷനിൽ നമ്മൾ എല്ലാ ഇൻപുട്ട്സിനെയും ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഔട്ട്പുട്ട്സും ഇൻപുട്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിൽ പറയുന്നത്. ഇനി പ്രൊഫസർ റോഗർ മില്ലർ അനുസരിച്ച് returns to scale refer to the relationship between the changes in output and the proportionate changes in all factors of production. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്തും ഉണ്ടാകുന്ന ചേഞ്ച് ആണ് അവിടെ പറയുന്നത്. ടു മീറ്റ് എ ലോങ് റൺ ചേഞ്ച് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ അകത്ത് ഒരു ലോങ് റൺ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ഫേം ഇൻക്രീസസ് ഇറ്റ്സ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ബൈ യൂസിങ് മോർ സ്പേസ്, മോർ മെഷീൻസ് ആൻഡ് മോർ ലേബർ ഇൻ ദ ഫാക്ടറി. സോ എന്താണ്? ലോങ് റണ്ണിൽ ഡിമാൻഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഫേം ഇൻക്രീസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടാക്കിയിട്ടല്ല, മറിച്ച് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്ത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു കേസാണ് ലോങ് റണ്ണിൽ ഡിമാൻഡ് കൂട്ടാനായിട്ട് ഒരു ഫേം നോക്കുന്നത്. സോ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ നമുക്ക് ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്കെയിൽസ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആകുന്നതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് റൺ പ്രൊഡക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്, അതായത് ഇൻപുട്സ് എല്ലാം വേരിയബിൾ ആയിരിക്കും. സോ നമ്മൾ ഇൻപുട്സിനെയൊക്കെ ഇൻക്രീസ് ചെയ്യുവാണ് എന്നൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പം എല്ലാ സ്കെയിൽസ് ഓഫ് ഇൻപുട്സും ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റിട്ടേൺസ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇൻക്രീസിങ്ങിൽ എന്താ സംഭവിക്കാം? ഇൻക്രീസിങ് റിട്ടേൺസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ദെൻ എ ടു ബി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒ ടു ബി നമ്മൾ എല്ലാ ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻക്രീസിങ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അവിടുന്ന് ബി ടു സി എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷനിൽ നമ്മൾ ഇൻപുട്സ് ഇൻക്രീസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അതിനുശേഷം സി ടു ഡി എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷൻസിലോട്ടേക്ക് വരുമ്പോൾ വിത്ത് ദ ഇൻക്രീസ് ഇൻ ഓൾ ദ ഇൻപുട്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ ദർ വിൽ ബി എ ഡിക്രീസിങ് റിട്ടേൺസ്, അല്ലെങ്കിൽ നമുക്കൊരു ഡിമിനിഷിംഗ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ അതാണ് നമുക്ക് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യം ഇൻക്രീസിങ് ആയിരിക്കും, പിന്നീട് അത് കോൺസ്റ്റന്റ് ആവും, പിന്നീട് അത് ഡിക്രീസിങ് ആവും. ഓക്കെ, ഇതിന് ഒരുപാട് കാരണങ്ങൾ, ഇപ്പോൾ ഡിക്രീസിങ്ങിനൊക്കെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസിങ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ഒക്കെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിവിസിബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, അങ്ങനെ ഓരോരോ കോസുകളും കൂടി ഇതിന് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്രീസിങ്ങിനാണെങ്കിലും കോൺസ്റ്റന്റിനാണെങ്കിലും ഡിക്രീസിങ്ങിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കോസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് ലോസ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ നേച്ചർ എന്നാണ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ലോസും. അതാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ നോക്കിയത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ യൂസ് ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.